ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമ്പറ്റേറ്റീവ് എക്സാംസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകളിലൊന്നാണ് ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. കോമ്പറ്റേറ്റീവ് എക്സാമിലെ ജനറൽ നോളജ് എന്ന് പറയുന്ന പാർട്ടിൽ ഇന്ത്യൻ പൊളിറ്റിക്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ടോപ്പിക്കുകളിലൊന്നാണ് ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇതേ ടോപ്പിക്ക് KTUവിൻ്റെ S3 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ വർഷവും വൺസ് ഇൻ 2 years ഈ സെയിം ടോപ്പിക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. ഇതിന്റെ മുഴുവൻ ആസ്പെക്റ്റുകളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനുശേഷം കമന്റ് ചെയ്താൽ മതി, നമ്മളത് ക്ലാരിഫൈ ചെയ്യുന്നതാവും. അതല്ല, കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും ടോപ്പിക്കിൽ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അതുകൂടി മെൻഷൻ ചെയ്യുക. ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാവും. സോ when you're considering the President of India is the supreme head of Republic of India. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ഏറ്റവും സുപ്രീം ഹെഡ് എന്ന് പറയുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ റിമൂവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വേർഡ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആ പൊസിഷനിൽ നിന്ന് മാറുന്നതിനെ വിളിക്കുന്ന പേര്, പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഒരിക്കലും നെവർ യൂസ് ദ വേർഡ് കോൾഡ് റിമൂവൽ. വി ഷുഡ് യൂസ് ദ വേർഡ് കോൾഡ് ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ റിമൂവലുമായി അല്ലെങ്കിൽ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 61 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 61 പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ റിമൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയറുകൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. യൂഷ്വലി ഒരു പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ടൈം ഓഫ് ദി ഓഫീസ് എന്ന് പറയുന്നത് 5 years ആണ്. ഈ 5 yearsന് മുമ്പ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ റിമൂവ് ചെയ്യണമെങ്കിൽ ആ റിമൂവ് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയർ ഇംപീച്ച്മെന്റ് പ്രൊസീജിയർ ആണ്. ആ ഇംപീച്ച് ചെയ്യുന്ന ഒരേ ഒരു ഗ്രൗണ്ടിൽ മാത്രമേ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്തു എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. വേറൊരു ഗ്രൗണ്ടിലും പ്രസിഡന്റ് ഓഫ് ഇന്ത്യ റിമൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും വലിയ ക്യാച്ച് എന്താണെന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ എന്താണ് വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ല. അവർ പറയുന്നു കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്താൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ എന്താണ് വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് മെൻഷൻ ചെയ്തിട്ടുമില്ല. ദെൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ റിമൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് പ്രൊസീജിയർ നടക്കുന്നത് പാർലമെന്റിലാണ്. നമ്മൾ ഇന്ത്യൻ പാർലമെന്റ് എടുക്കുമ്പോൾ ഇന്ത്യൻ പാർലമെന്റ് 2 ഹൗസുകളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ലോക്സഭയും രണ്ടാമത്തെ എന്ന് പറയുന്നത് രാജ്യസഭയും. കറക്റ്റ്. രണ്ടിടത്തും എം പിമാരുള്ളത്. ലോക്സഭയിലേക്ക് എന്ന് പറയുന്നത് ഡയറക്ട്ലി ഇലക്ട് ചെയ്ത മെമ്പേഴ്സ് ആണുള്ളത്. രാജ്യസഭയിൽ എന്ന് പറയുമ്പോൾ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ നിന്ന് പ്രൊപ്പോർഷണൽ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മെമ്പേഴ്സും പിന്നെ 12 നോമിനേറ്റഡ് അംഗങ്ങളുമാണ്. ആ 12 നോമിനേറ്റ് അംഗങ്ങൾ ആരാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ദെൻ whenever ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയർ പാർലമെന്റിലാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് നമുക്ക് പാർലമെന്റിൽ ലോക്സഭയിലോ രാജ്യസഭയിലോ ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ലോക്സഭയിൽ ഇനിഷ്യേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സോ ദ ഫസ്റ്റ് പാർട്ട് നടക്കുന്ന ലോക്സഭയിലായിരിക്കും. അല്ല, രാജ്യസഭയിൽ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നടക്കുന്നത് രാജ്യസഭയിലായിരിക്കും. സോ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയർ ആദ്യമായിട്ട് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഐദർ ഹൗസ് മീൻ ഇറ്റ് ക്യാൻ ബി ഇൻ ഐദർ ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ. ലോക്സഭയിലോ രാജ്യസഭയിലോ ഈ പ്രൊസീജിയറുകൾ നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനിഷ്യേറ്റ് ചെയ്യണമെങ്കിൽ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 1/4 ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ് ദാറ്റ് ഹാസ് ഫ്രെയിംഡ് ദ ചാർജസ് ഓഫ് ദി ഇംപീച്ച്മെന്റ് ഷുഡ് സൈൻ ദ ചാർജ്. അതായത് നമ്മൾ ലോക്സഭ എടുത്താൽ ലോക്സഭയുടെ സാങ്ഷൻഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 543 ആണ്. 543ന്റെ 1/4 മെമ്പേഴ്സ് ഈ പറയപ്പെടുന്ന ഇംപീച്ച്മെന്റ് റെസൊല്യൂഷനിൽ സൈൻ ചെയ്യണം. അതല്ല, ഈ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യസഭയിലാണെങ്കിൽ രാജ്യസഭയുടെ സാങ്ഷൻഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 245 ആണ്. 245ന്റെ 1/4 എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന റെസൊല്യൂഷനകത്ത് സൈൻ ചെയ്യണം. ദെൻ ഈ റെസൊല്യൂഷൻ നോട്ടീസ് എന്ന് പറയുന്നത് പറയപ്പെടുന്ന ഹൗസുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് 14 ദിവസം മുമ്പ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് ഈ ഒരു നോട്ടീസ് കൊടുത്തിരിക്കണം. അതായത് ഇംപീച്ച്മെന്റ് പ്രൊസീജിയർ ഞങ്ങൾ ലോക്സഭയിൽ അല്ലെങ്കിൽ രാജ്യസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോവുകയാണ്, ഇതിൽ 1/4 മെമ്പേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ട് എന്ന് 14 ദിവസം മുമ്പ് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ അറിയിക്കണം. ദെൻ അപ്പൊ എന്താണ്, നമ്മൾ ഇത് കൊടുത്തു. അതിനുശേഷം ഇംപീച്ച്മെന്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എവിടെയാണോ ആദ്യം ഇൻട്രൊഡ്യൂസ്, ഫോർ എക്സാമ്പിൾ ലോക്സഭയിലെ അംഗങ്ങളാണ് സൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ ലോക്സഭയിലെ 1/4 അംഗങ്ങൾ ഇതിൽ സൈൻ ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ലോക്സഭയിലേക്ക് ഈ റെസൊല്യൂഷൻ വരും. ലോക്സഭയിലേക്ക് ഈ റെസൊല്യൂഷൻ വന്നു കഴിയുമ്പോൾ ഈ റെസൊല്യൂഷനെ 2/3 ഓഫ് ദി ടോട്ടൽ മെമ്പർഷിപ്പ് ഇത് പാസ്സാക്കണം. അത് 2/3 ഓഫ് ദി ടോട്ടൽ മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ദിവസം ഹൗസ് കൂടുന്നു, ലോക്സഭ എടുത്താൽ ലോക്സഭയുടെ മുഴുവൻ സ്ട്രെങ്ത് 543. 540 ഇപ്പൊ അന്നത്തെ ദിവസം 500 പേരെ പാസ്സായുള്ളൂ എന്ന് വിചാരിക്കാം. ഇവര് നമുക്ക് എന്ത് വിളിക്കാം, പ്രസന്റ് ചെയ്തതെന്ന് വിളിക്കാം. അതിനകത്ത് ഇപ്പൊ 480 പേര് വോട്ട് ചെയ്തെന്ന് വിചാരിക്കാം. ഇവരെ നമ്മൾ പ്രസന്റ് ആൻഡ് വോട്ടിംഗ് എന്ന് വിളിക്കാം. പക്ഷേ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ റിമൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയറിനകത്ത് വോട്ട് ചെയ്യേണ്ടത് ടോട്ടൽ മെമ്പർഷിപ്പിന് 2/3 ആണ്. അതായത് എത്ര പേര് പ്രസന്റ് ആണ് എന്നുള്ളത് വിഷയമല്ല. പക്ഷേ എത്ര പേര് പ്രസന്റ് ആണെങ്കിലും ഈ റെസൊല്യൂഷൻ പാസ്സാക്കി എത്ര പേര് വോട്ട് ചെയ്യണം, 2/3 ഓഫ് ദി ടോട്ടൽ സ്ട്രെങ്ത് വോട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ 543യുടെ 2/3 ആ കിട്ടുന്ന വാല്യൂ എത്രയാണോ അത്രയും അംഗങ്ങൾ ഈ റെസൊല്യൂഷനെ അനുകൂലിച്ച് വോട്ട് ചെയ്തിരിക്കണം. അതിപ്പോ എത്ര പേര് ഹൗസിൽ ഉണ്ട് എന്നുള്ളത് മെൻഷൻ അല്ല. 2/3 ഓഫ് ദി ടോട്ടൽ മെമ്പർഷിപ്പ്. ടോട്ടൽ മെമ്പർഷിപ്പ് എന്ന ടോട്ടൽ സാങ്ഷൻഡ് സ്ട്രെങ്ത് ഓഫ് ദ ഹൗസ് ആണ്. ലോക്സഭയിലാണ് 543, രാജ്യസഭയിലാണെങ്കിൽ സാങ്ഷൻഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 245. 245ന്റെ 2/3 ആളുകൾ ഈ പറയപ്പെടുന്ന റെസൊല്യൂഷനെ വോട്ട് ചെയ്ത് പാസ്സാക്കണം. ദെൻ അത്രയും കിട്ടിയില്ല എങ്കിൽ ഈ റെസൊല്യൂഷൻ അവിടെ തന്നെ തീരും. പിന്നീട് ആ റെസൊല്യൂഷൻ വേറെ പ്രൊസീജിയറും ഉണ്ടാകത്തില്ല. ഓക്കെ, ദിസ് ഇസ് ക്ലിയർ. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ദെൻ അപ്പൊ ഇപ്പോൾ ആദ്യമേ ലോക്സഭയിലാണ് വന്നതെന്ന് വിചാരിക്കുക. ലോക്സഭ ഈ റെസൊല്യൂഷൻ പാസ്സാക്കിയെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളിവിടെ കാണേണ്ടത് എന്താണ് ടോട്ടൽ മെമ്പർഷിപ്പ്. 2/3 മജോറിറ്റി റിക്വയർഡ് ഫോർ പാസിംഗ് ദ റെസൊല്യൂഷൻ. ടോട്ടൽ സാങ്ഷൻഡ് സ്ട്രെങ്ത് എത്രയാണോ സാങ്ഷൻഡ് സ്ട്രെങ്ത് മുഴുവൻ അതിന്റെ 2/3. ഇത് എന്ത് തരം മജോറിറ്റിയാണ്? സിമ്പിൾ മജോറിറ്റി അല്ല, ഇതൊരു സ്പെഷ്യൽ മജോറിറ്റിയാണ്. ഡിഫറെന്റ് തരത്തിലുള്ള മജോറിറ്റികൾ പാർലമെന്റിലുണ്ട്. സിമ്പിൾ മജോറിറ്റി, സ്പെഷ്യൽ മജോറിറ്റി അണ്ടർ ഓരോ ആക്ട് അനുസരിച്ച്. നമ്മൾ ആ മജോറിറ്റികൾ എന്താണെന്ന് ഇനി ഒരു വീഡിയോയിൽ കാണുന്നത്. ദെൻ അതിനുശേഷം എന്ന് പറയുന്നത് ഇതിപ്പം ഒരു ഹൗസ് പാസ്സാക്കിയെന്ന് വിചാരിക്കാം. ദെൻ ഇപ്പൊ ഈ പറയപ്പെടുന്ന റെസൊല്യൂഷൻ ലോക്സഭയിൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ലോക്സഭയിലാണ്. ലോക്സഭയിൽ ഈ പറയപ്പെടുന്ന പ്രോസസ് നടക്കുകയാണ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണെങ്കിൽ ഈ സമയത്ത് ലോക്സഭയിൽ അപ്പിയർ ചെയ്ത് ഈ പറയപ്പെടുന്ന പ്രൊസീജിയറുകൾ കാണാനുള്ള അവകാശം പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കുണ്ട്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹാവിംഗ് ദ റൈറ്റ് ടു ബി റെപ്രസെന്റഡ്, റൈറ്റ് ടു ബി അപ്പിയർ. അവിടെ പ്രസന്റ് ആയിരിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കുണ്ട്. ദെൻ ഈ പറയപ്പെടുന്ന റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ലോക്സഭയിൽ പാസ്സായെന്ന് വിചാരിക്കാം. ഈ റെസൊല്യൂഷൻ ലോക്സഭയിൽ പാസ്സായതിനു ശേഷം അടുത്ത് സംഭവിക്കുന്നത് ഈ റെസൊല്യൂഷൻ രാജ്യസഭയിലേക്ക് എത്തും. രാജ്യസഭയിലേക്ക് എത്തിക്കഴിയുമ്പോൾ രാജ്യസഭ എന്തൊക്കെ ചാർജുകൾ മൂലമാണ് വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായെന്ന് ചെക്ക് ചെയ്യും. അതായത് വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി എന്നും പറഞ്ഞാണ് എന്ത് കൊണ്ടുവന്നിരിക്കുന്നത്, ഇംപീച്ച്മെന്റ് പ്രൊസീജിയർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ആ ചാർജുകൾ ഈ പറയപ്പെടുന്ന രാജ്യസഭ ചെക്ക് ചെയ്യും. രാജ്യസഭ ചെക്ക് ചെയ്തിട്ട് രാജ്യസഭ പറയുകയാണ് വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പ്രൊസീജിയർ അവിടെ തീരും. ബട്ട് രാജ്യസഭ എന്ത് ചെയ്യണം? വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത് വോട്ടിങ്ങിലിടും. വോട്ടിംഗ് എങ്ങനെ വേണം? 2/3 ഓഫ് ദി ടോട്ടൽ സ്ട്രെങ്ത്. 2/3 ഓഫ് ദി ടോട്ടൽ സ്ട്രെങ്ത് ഇത് പാസ്സാകണം. ഈ 2/3 ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത് സെക്കൻഡ് ഹൗസ് പാസ്സാക്കി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓഫീസിൽ നിന്ന് ഇംപീച്ച്ഡ് ആവും. ഇനി ആദ്യം ഇത് റെസൊല്യൂട്ട് ചെയ്തത് രാജ്യസഭയിലാണെങ്കിൽ രാജ്യസഭയിലെ 2/3 ഓഫ് ദി ടോട്ടൽ സ്ട്രെങ്ത് ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ നേരെ ഈ റെസൊല്യൂഷൻ ലോക്സഭയിലേക്ക് പോകും. ലോക്സഭ ഈ പറയപ്പെടുന്ന കാര്യത്തെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാണ് ഇതുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വോട്ടിങ്ങിലേക്ക് പോകും. പ്രൂവ് ചെയ്തില്ലെങ്കിൽ ആ പ്രൊസീജിയർ അവിടെ തന്നെ അവസാനിക്കും. ദെൻ നമ്മൾ രാജ്യസഭ എടുക്കുമ്പോൾ രാജ്യസഭയിലെ നോമിനേറ്റഡ് അംഗങ്ങളുണ്ട്. ലോക്സഭയിൽ ഇപ്പൊ നോമിനേറ്റഡ് അംഗങ്ങളൊന്നുമില്ല. ഇപ്പൊ രാജ്യസഭയിൽ നോമിനേറ്റഡ് അംഗങ്ങളുണ്ട്. ഇലക്ഷന്റെ സമയത്താണെങ്കിൽ നോമിനേറ്റഡ് അംഗങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയറിന്റെ സമയത്ത് നോമിനേറ്റഡ് അംഗങ്ങൾക്ക് ഈ പറയപ്പെടുന്ന വോട്ടിംഗ് പ്രൊസീജിയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലെയോ യൂണിയൻ ടെറിട്ടറിയുള്ള ഡൽഹിയിലെ പുതുച്ചേരിയിലെ അംഗങ്ങൾക്ക് ഇംപീച്ച്മെന്റ് പ്രൊസീജിയറിൽ പങ്കെടുക്കാനായിട്ട് പറ്റത്തില്ല. നോമിനേറ്റഡ് അംഗങ്ങൾക്ക് പറ്റും. കാരണം രാജ്യസഭ എടുത്താൽ രാജ്യസഭയിൽ ഇലക്ടഡ് മെമ്പേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ നോമിനേറ്റഡ് മെമ്പേഴ്സും ഉണ്ട്. ക്ലിയർ? ഇലക്ടഡ് മെമ്പേഴ്സും ഉണ്ട്, നോമിനേറ്റഡ് മെമ്പേഴ്സും ഉണ്ട്. ക്ലിയർ? സോ ഇതാണ് ഇതിന്റെ ഇംപീച്ച്മെന്റ് പ്രോസസ്. അപ്പൊ ഇംപീച്ച്മെന്റ് വരുന്ന ആർട്ടിക്കിൾ 61 അനുസരിച്ചിട്ടാണ്. രണ്ട് ഹൗസോട് കൂടി ചേർന്ന് നടക്കുന്ന വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. 2/3 ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്തിൽ പാസ്സാക്കണം. വോട്ട് ചെയ്യേണ്ട അവകാശം പാർലമെന്റിലെ എല്ലാ അംഗങ്ങൾക്കും അതിനകത്ത് വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്, ഇലക്ടഡ് ആണെങ്കിലും നോമിനേറ്റഡ് ആണെങ്കിലും. ഈ പറയപ്പെടുന്ന ടോപ്പിക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. അല്ലെങ്കിൽ ഇനി കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് കൂടി മെൻഷൻ ചെയ്യുക. ഈ ചാനലിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിങ്ങുമായി ബന്ധപ്പെട്ട പല പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പിൻ ചെയ്യാം. ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനകത്തും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കാണാനോ എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കമന്റ് ചെയ്യുക. ആസ് എ ടോക്കൺ ഓഫ്
As a token of gratitude, please like this particular video. Please subscribe to our channel. Keep watching, keep learning. Thanks for watching.